ടൂറിസം മേഖലയിലെ ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഹാക്ക് ചെയ്ത് തട്ടിപ്പ്. സ്ഥാപനങ്ങളുടെ വ്യാജ വെബ്സൈറ്റുകൾ നിർമ്മിച്ചാണ് വിനോദസഞ്ചാരികളുടെ പണം തട്ടുന്നത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഒരു ഹോട്ടലിന്റെ വെബ്സൈറ്റ് തിരിച്ചുപിടിച്ചാലും മറ്റ് ഹോട്ടലുകളുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുകയാണ് തട്ടിപ്പുകാരുടെ രീതി. ഹോട്ടലുകളും റിസോർട്ടുകളും ഗൂഗിളിൽ ബിസിനസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന പ്രൊഫൈലുകളാണ് ഹാക്ക് ചെയ്യുന്നത്. ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും വ്യാജ വെബ്സൈറ്റുകൾ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ ലിങ്ക് ചെയ്യും. തുടർന്ന് ഓൺലൈൻ കസ്റ്റമേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ച് ബുക്കിംഗുകൾ കരസ്ഥമാക്കുകയും പണം തട്ടുകയുമാണ് രീതി. മൂന്നാറിൽ പ്രവർത്തിക്കുന്ന 4 വൻകിട ഹോട്ടലുകളിലാണ് സമാന രീതിയിൽ തട്ടിപ്പ് നടന്നത്. സൈബർ സെല്ലിൽ പരാതി നൽകിയതോടെ ചില ഗൂഗിൾ പ്രൊഫൈലുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിലും മറ്റുള്ളവ ഹാക്ക് ചെയ്യപ്പെട്ട രീതിയിൽ തുടരുകയാണ്. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ നമ്മളുടെ വെബ്സൈറ്റിന് പകരം വേറൊരു വെബ്സൈറ്റ് അഡ്രസ്സാണ് വരുന്നത്. ആ വെബ്സൈറ്റ് അഡ്രസ്സിലേക്ക് ആണ് നമ്മുടെ വെബ്സൈറ്റിലുള്ള പിക്ചേഴ്സ് എല്ലാം അവർ അങ്ങോട്ട് ഫിഷ് ചെയ്തിരിക്കുകയാണ്. അത് ചെയ്തിട്ട് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് ചെന്ന് കഴിയുമ്പോൾ വേറൊരു അക്കൗണ്ട് നമ്പറുമാണ്, അതുപോലെ തന്നെ വേറൊരു വെബ്സൈറ്റ് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അക്കൗണ്ട് നമ്പറിലേക്ക് പല ഗസ്റ്റുകളും പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. പേയ്മെൻറ്റ് നടത്തിയിട്ട് സ്വാഭാവികമായിട്ടും അവർ വഞ്ചിക്കപ്പെടുകയാണ്. ഹോട്ടലുകളുടെ യഥാർത്ഥ വെബ്സൈറ്റുകളോട് സാമ്യം തോന്നുന്ന വിധത്തിലാണ് വ്യാജ വെബ്സൈറ്റുകളും നിർമ്മിച്ചിരിക്കുന്നത്. യഥാർത്ഥ വെബ്സൈറ്റുകൾ ഉടമകളോട് തന്നെ ക്ലെയിം ചെയ്താണ് ഹാക്കർമാർ പിടിച്ചെടുക്കുന്നത്. തട്ടിപ്പിനിരയായ ഹോട്ടൽ ഉടമകൾ നൽകിയ പരാതിയിൽ വെബ്സൈറ്റുകൾ തിരിച്ചെടുക്കാൻ നടപടിയുണ്ടെങ്കിലും FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടില്ല. തട്ടിപ്പ് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിനോദസഞ്ചാരികളായ ഉപഭോക്താക്കളുടെ പണം നഷ്ടമാകുന്നത് തുടരുമെന്നതാണ് ഹോട്ടൽ റിസോർട്ട് ഉടമകളുടെ ആശങ്ക. 24 ഇടുക്കി.